എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹോളി സ്പെഷ്യലായിട്ടുള്ള ഒരു സ്നാക്കാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ബംഗാൾ സൈഡിലായിട്ടാണ് ഈ സ്വീറ്റ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ഈ സ്നാക്ക് ഇനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 2 കപ്പ് മൈദ ഇവിടെ അളന്നെടുത്തിട്ടുണ്ട്. ഈ മൈദയിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചേർത്തിരിക്കുന്ന ചേരുവകളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി. നെയ്യും പാലും ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നെയ്യ്ക്ക് പകരമായിട്ട് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം. പാലിന് പകരമായിട്ട് വെള്ളം ഉപയോഗിക്കാം. പാൽ ചേർത്ത് കുഴയ്ക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ്. മൈദ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 1 കപ്പ് പാല് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഈ കുഴച്ച് വെച്ച മാവ് ഒരു 4 ഭാഗമായിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട്. 4 ഭാഗങ്ങളാക്കിയതിന് ശേഷം ഇതുപോലെ കയ്യിലൊന്ന് നന്നായിട്ട് ചെയ്തു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുഴച്ചതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. അടുത്തതായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവറാണ് ഉപയോഗിക്കുന്നത്. കോൺഫ്ലവർ ഉപയോഗിച്ച് പരത്തുവാണെങ്കിൽ നല്ലൊരു ഫിനിഷിങ് കിട്ടും. കോൺഫ്ലവർ ഇല്ലെന്നുണ്ടെങ്കിൽ മൈദ ഉപയോഗിച്ച് പരത്തിയെടുക്കാം. ഒരുപാട് കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വറുത്തെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകും. ഈ ഒരു കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. പരത്തിയതിന് ശേഷം ഒരു ഗ്ലാസ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. റൗണ്ട് ഷേപ്പിൽ മുറിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് നടുഭാഗം മാത്രമായിട്ട് വരഞ്ഞു കൊടുക്കണം. കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ പകുതി ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് വെള്ളം തൊട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. മടക്കിയതിന് ശേഷം ഇതിൻ്റെ ഒട്ടിക്കുന്ന ഭാഗം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകും. ഇവിടെ കുഴച്ച് വെച്ചിരുന്ന കൂട്ട് മുഴുവൻ വറക്കുന്നതിന് പാകത്തിന് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി ചൂടായ എണ്ണയിലൊന്ന് വറുത്തെടുക്കാം. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായതിന് ശേഷം വേണം ഇതിട്ട് കൊടുക്കാൻ. ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് റെഡിയായി വരുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. തിരിച്ചും മറിച്ചു വിട്ട് ഗോൾഡൻ കളറാകുമ്പോൾ ഇതൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഗോൾഡൻ കളറാകുമ്പോഴേക്ക് ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഓരോ സെറ്റായിട്ട് ഇത് വറുത്ത് കോരി മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ ഇഷ്ടമാകും. ഇവിടെ ഷേപ്പ് ചെയ്ത് വെച്ചിരുന്നത് മുഴുവൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് വറുത്ത് വരുമ്പോൾ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. ഇവിടെ ഇതൊരു 1/2 കപ്പിൻ്റെ മെഷറിംഗ് കപ്പാണ്. അതിലൊരു 1.5 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. 2 കപ്പ് മൈദയ്ക്ക് ഇത്രയും അളവ് പഞ്ചസാരയാണ് ആവശ്യം. ആ പഞ്ചസാര അടന്ന അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ഓർക്കണം, ഇത് 1/2 കപ്പിൻ്റെ മെഷറിംഗ് കപ്പാണ്. ഇതിനി ഒരു നൂൽ പാകത്തിലാക്കി എടുക്കണം. ഇതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് പാനിയാക്കി എടുക്കാം. ഈ പാനിയിൽ മുക്കിയില്ലെങ്കിൽ തന്നെ ഈ ഒരു ഐറ്റം കഴിക്കുന്നതിന് നല്ല ടേസ്റ്റാണ്. പാനിയും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് ആകും. ഇതിൻ്റെ പാകം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ വരണം. ഈ ഒരു പരുവത്തിൽ പഞ്ചസാരയാകുമ്പോൾ തീ ഒന്ന് ഓഫ് ചെയ്ത് വറുത്ത് വെച്ചിരിക്കുന്ന ഓരോന്നായിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇന്നത്തെ ഈ ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ആക്ടിവേറ്റ് ആക്കാൻ മറക്കണ്ട. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.